എല്ലാവരുടെയും പണമല്ലേ പോകുന്നത്? നമ്മുടെ എല്ലാവരുടെയും നികുതി പണമല്ലേ PRDയുടെ പണം? അല്ലാണ്ട് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പണമാണോ? ഒരു മര്യാദ വേണം. അല്ല, സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പറയാനില്ലെന്ന് മാത്രമല്ല, സർക്കാരിന്റെ കെടുകാര്യസ്ഥത ഉൾപ്പെടെയുള്ളത് ജനങ്ങൾ അറിയുന്നു എന്ന് കണ്ടുകൊണ്ടാണ് 10 വർഷം മുമ്പ് നടന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തേക്ക് നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ എന്തെല്ലാം വാർത്തകൾ ഞാൻ ചോദിക്കട്ടെ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റിനെതിരെ എത്രയോ പത്രത്തിൽ വാർത്ത വരുന്നുണ്ട്, എന്നാൽ അതുകൂടെ കൊടുക്കട്ടെ. കഴിഞ്ഞ 1 പിണറായി ഗവൺമെന്റിനെതിരെ എന്തെല്ലാം വാർത്ത വന്നു? സ്വർണ്ണക്കള്ളക്കടത്തുൾപ്പെടെ ഫ്രണ്ട് പേജിൽ വാർത്ത വന്നല്ലോ, അതെന്താ കൊടുക്കാത്തെ? അതുകൂടെ കൊടുക്കട്ടെ. അപ്പൊ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തെ മാത്രം എടുത്തു കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കട്ടെ. അതല്ല ഞാൻ പറയുന്നത്. ഞാനെന്ത് പറയുന്നത്? ഞാൻ എന്താ പറയുന്നത്? പവർ കട്ടില്ലെന്നുള്ളതല്ലോ കഴിഞ്ഞ ഗവൺമെന്റ്. എന്നാ പിന്നെ ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് ചെയ്ത എല്ലാ തെറ്റുകളും പത്രത്തിൽ വന്ന് അതുകൂടെ കൊടുക്കട്ടെ. PRD നിഷ്പക്ഷമായി പ്രവർത്തിക്കണ്ടേ? എല്ലാവർക്കും ഉള്ളതല്ലേ? എല്ലാവരുടെയും പണമല്ലേ പോകുന്നത്? നമ്മുടെ എല്ലാവരുടെയും നികുതി പണമല്ലേ PRDയുടെ പണം? അല്ലാണ്ട് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പണമാണോ? ഒരു മര്യാദ വേണം ഇത് കാണിക്കുന്നതിന്. എന്തും ചെയ്തു കളയാം എന്ന് ആരും ചോദിക്കാനില്ല എന്നുള്ള മട്ടിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും, ഒരു സംശയം വേണ്ട. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കുകയാണ്. എന്ത് മര്യാദകേടും കാണിക്കാം. PRD ഡയറക്ടർ വിനീത വിധേയനായിക്കൊണ്ട് JK സെന്ററിനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അയാളൊരു IAS ഉദ്യോഗസ്ഥനല്ലേ? ഒരു മര്യാദ കാണിക്കണ്ടേ? ഓൾ ഇന്ത്യ സർവീസിലുള്ള ആളല്ലേ? ഒരു മര്യാദ കാണിക്കണ്ടേ? ഇങ്ങനെയാണോ ചെയ്യുന്നത്? കൊടുക്കാത്ത പത്രങ്ങളുണ്ട്, ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം അത് എത്തിക്സ് അല്ല, ധാർമ്മികതയല്ലത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട CPMന്. അവർക്ക് ധാർമ്മികതയുള്ളവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ആ ധാർമ്മികത എന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും.